ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ എന്താണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ? അൽഹംദുലില്ലാ, നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണതോ ഒന്നും എടുത്തിട്ടില്ല. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീഡിയോ എടുക്കാൻ നിന്നത് കേട്ടോ. മക്കളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി നിൽക്കണേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ അതുപോലെ തന്നെ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് പൂരിയും ഇസ്റ്റുമാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ പോയി, അതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തുണികളൊക്കെ കഴുകാൻ വേണ്ടി ഇറങ്ങിയത്. അതുകൊണ്ടാണ് നേരം വൈകിയത്. അല്ലെങ്കിൽ ഞാൻ എണീറ്റ വഴിക്ക് തുണികളൊക്കെ കഴുകാൻ വേണ്ടി ഇറങ്ങുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വെയിൽ വന്നപ്പോഴാണ് ഞാൻ തുണികൾ കഴുകാൻ ഇറങ്ങിയത് കേട്ടോ. അപ്പം ഞാൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നു കേട്ടോ. ഒപ്പം എൻ്റെ കൂട്ടിനുള്ള ആളും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും അവളും കൂടി അവിടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് ഇരുന്ന്. എനിക്ക് ഈ ഉള്ളിലിരിക്കണേക്കായും കൂടുതൽ ഇഷ്ടം ഇങ്ങനെ പുറത്ത് ഈ ഉമ്മറപ്പടിയിലൊക്കെ ഇരുന്നിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പോരാത്തതിന് കിളികളുടെ സൗണ്ടും ഒക്കെ ഉണ്ട്. അപ്പം ഞാനങ്ങനെ അവിടെ ഇരുന്ന് ചായ കുടിച്ച്. പിന്നെ ഞാനങ്ങനെ വേസ്റ്റ് കൊണ്ട് കളയാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അപ്പം അതിൻ്റെ പിന്നാലെ അവളും പിന്നാലെ വരുന്നുണ്ട്. കാരണം അവൾക്കുള്ള എന്തെങ്കിലും അതിലുണ്ടെന്ന് അവൾക്കറിയാം. അപ്പോൾ ആ ഒരു പാത്രം എൻ്റെ കയ്യിൽ കണ്ട അപ്പം പിന്നാലെ പോരും കേട്ടോ. അപ്പം ഞാൻ ഈ 10 മണിയുടെ പൂക്കളൊന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി നിന്നപ്പോഴത്തേനും ക്യാമറൻ്റെ മുന്നിൽ നിന്നിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. ക്യാമറൻ്റെ അവിടെ വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, മണപ്പിച്ച് നോക്കുകയാണ്. അതെന്നെ എടുക്കാനങ്ങോട്ട് സമ്മതിക്കണില്ല അവൾ. അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് ഞാൻ ആ വേസ്റ്റ് കൊണ്ടേ കൊട്ടിക്കളഞ്ഞ് നമ്മുടെ കിളിക്കുട്ടികൾ ഇതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇവർ പിന്നെ ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കി അവരുടേതായ ഭാഷയിൽ സംസാരിച്ച് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഭയങ്കര രസമാട്ടോ ആ സൗണ്ട് കേൾക്കാൻ. അവരുടേതായ ഭാഷയിൽ സംസാരിക്കുന്ന സൗണ്ട് ഉണ്ട്. ഞാനിപ്പോൾ അതിങ്ങനെ ശ്രദ്ധിച്ചു തുടങ്ങി. സൈലൻ്റായിട്ട് സൗണ്ട് കുറച്ചിട്ടൊന്ന് എന്തൊക്കെ പറയും, അത് കഴിഞ്ഞ് നല്ല സൗണ്ടിൽ പറയും. അവരുടേതായ എന്തെങ്കിലുമൊക്കെ ഭാഷയിൽ പറയാവൂല്ലേ. അങ്ങനെ പിന്നെ ഞാൻ കുട്ടികളുടെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ വേണ്ടി ബെഡ്ഷീറ്റൊക്കെ നേരെ വിരിച്ചിടാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്താ വെച്ചാൽ നമ്മുടെ യൂട്യൂബ് ഫാമിലി 1K അടിക്കാൻ പോവാണ് കേട്ടോ. അത് ഒരു 10 മാസം ആവുന്നേ ഉള്ളൂ ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. അപ്പോഴേക്കും 1K അടിക്കാനായിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു എന്താ പറയുക, സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. 1K പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാലെടുത്ത് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഒരുപാട് പടികൾ കയറാനുണ്ട് നമുക്ക്. പക്ഷെ എന്നാലും കൂടി 1K അടിക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. ഒരുപാട് കഷ്ടപ്പാട് അതിൻ്റെ പിന്നിലുണ്ട്. പോരാത്തതിന് നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും കൂടി ഉണ്ട് കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെ വീഡിയോസ് കണ്ട് അതിനുള്ള ഓരോ കമൻറ്റുകളും ലൈക്കുകളും തന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതുവരെ എത്തിയിട്ടുള്ളത്. ഇനി അങ്ങോട്ടും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വെറുതെ ഒരു വീഡിയോ ഇട്ടിട്ട് കാര്യമില്ലല്ലോ. അത് നിങ്ങൾ കാണുന്നവർക്ക് അത് ഇഷ്ടപ്പെടണം. അപ്പോൾ അതിൻ്റേതായ രീതിയിൽ വീഡിയോ ചെയ്യണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ വീടിനകത്ത് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ എടുക്കണുള്ളൂ. നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മളിവിടെ വാടകയ്ക്ക് താമസിക്കുന്നതാണ്. പോരാത്തന്നെ വീടിൻ്റെ മുകളിലുമാണ്. അപ്പോൾ നമ്മുടെ പരിമിതിക്കുള്ളിലുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യണത്. അപ്പോൾ ആ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നിങ്ങൾ ഓരോരുത്തരും അതിനുള്ള ലൈക്കും കാര്യങ്ങളും കമൻറ്റുകളും ഒക്കെ ഇടുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒരുപാട് പേര്, ഒരുപാടില്ലെങ്കിലും സ്ഥിരമായിട്ട് വീഡിയോ കണ്ടിട്ട് കമൻറ്റ് ചെയ്യണവരൊക്കെ ഉണ്ട്. എപ്പോഴും ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും കമൻറ്റ് നോക്കും. ആരൊക്കെ ഇടണമെന്ന് എല്ലാം എനിക്കറിയാം. സ്ഥിരമായിട്ട് ഇടുന്നവരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. എനിക്ക് നിങ്ങളോട് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യം ആത്മാർത്ഥമായി അത് എനിക്ക് ചെയ്യണം, അത് നേടണം എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമുക്കത്
സാധിച്ചെടുക്കാൻ പറ്റും. അതിന് കുറച്ചൊക്കെ കഷ്ടപ്പെടണം എന്നുള്ള കാര്യം ശരിയാണ്, നന്നായി കഷ്ടപ്പെടണം. അല്ലാതെ നമ്മൾ അത് ആ വഴിക്ക് അങ്ങനെ വന്നോളെന്ന് പറഞ്ഞ് ചെയ്ത് കഴിഞ്ഞാൽ നടക്കില്ല. അതിനു വേണ്ടി നമ്മൾ നന്നായിട്ട് കഷ്ടപ്പെടും വേണം. അപ്പോൾ അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും കിട്ടുന്നുള്ളത് ഉറപ്പാണ്. പിന്നെ നമ്മൾ ഉറക്കത്തിൽ കാണുന്നതല്ല സ്വപ്നം, ഉറക്കം കെടുത്തുന്നതാണ് സ്വപ്നം എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പാട് അനുഭവിച്ചാൽ തന്നെ നമുക്കതിൻ്റെ റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് എനിക്കിതിനെക്കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എഡിറ്റ് ചെയ്യാനോ ഒന്നിനും അറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ മോനാണ് ഫസ്റ്റത്തെ 2-3 വീഡിയോ എഡിറ്റ് ചെയ്ത് തന്നത്. പിന്നെ അവനോട് പറയുമ്പോൾ അവൻ തന്നെ പറയും, ഉമ്മ അത് എഡിറ്റ് ചെയ്ത് പഠിക്ക്, ഇനിയുള്ള എല്ലാ വീഡിയോസും എനിക്ക് എപ്പോഴും എഡിറ്റ് ചെയ്ത് തരാൻ പറ്റില്ല, അപ്പോൾ ഉമ്മ തന്നെ ചെയ്ത് പഠിക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തന്നെ ഇരുന്ന് മെനക്കെട്ടിരുന്ന് തന്നെത്താൻ പഠിച്ച് എഡിറ്റ് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇപ്പോൾ ഇതുവരെയുള്ള എല്ലാ വീഡിയോസും കംപ്ലീറ്റ് ഞാനാണ് എഡിറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ചിലരൊക്കെ കളിയാക്കിയിട്ടുണ്ട്, നീ ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് എന്താവാനാ, ഒന്നും ആവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തളർത്താൻ വേണ്ടി ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ അതിനൊക്കെ മറികടന്ന് ഇതുവരെ കൊണ്ടെത്തിച്ചില്ലേ, അപ്പോൾ അതൊക്കെ നമ്മുടേതായ ഒരു എഫേർട്ടിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അപ്പോൾ ഇനിയും നമ്മൾ ഒരുപാട് കടമ്പകൾ കടക്കാനുണ്ട്. അപ്പോൾ അതിനൊക്കെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനിയും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ സംസാരത്തിൻ്റെ ഇടയിൽ പണികളും കഴിഞ്ഞു, ഉച്ച സമയമായി, ചോറിനാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ആക്കാനും ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എല്ലാവരോടും